പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന യൂട്യൂബ് ചാനലിൽ കൂടി സാക്ഷ്യം പറയുവാനായിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ ഷാജി കോരാണി എന്നാണ് എൻ്റെ പേര്. ഞാൻ ആറ്റിങ്ങലിൻ്റെ അടുത്ത് കോരാണി എന്ന് പറയുന്ന പ്രദേശത്ത് കർത്താവിൻ്റെ വേലിലായിരിക്കുന്നു. ഞാൻ ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വരുവാനുള്ള കാരണം, അതിന് മുഖാന്തരമായ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കുവാനാണ് ഇന്ന് പകൽക്കാലം ഞാനായിരിക്കുന്നത്. ഞാനൊരു ഹിന്ദു കുടുംബത്തിനകത്തു നിന്നാണ് കർത്താവിനെ രക്ഷിതാവ് സ്വീകരിപ്പാനിടയായി തീർന്നത്. 1997 സെപ്റ്റംബർ മാസം 20 രാത്രി 12:30 മണിയായ സമയത്ത് എൻ്റെ കർത്താവിനെ ഞാൻ സ്വന്തം രക്ഷയെ സ്വീകരിപ്പാനായിട്ട് ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. അതിന് മുഖാന്തരമായത് എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് ചിറയൻകീഴാണ് ജനിച്ചു വളരുവാനിടയായി തീർന്നത്. എൻ്റെ അച്ഛൻ്റെ പേര് രമേശൻ എന്നാണ്, അമ്മയുടെ പേര് വിജയമ്മ. ഞങ്ങളൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന് വീട്ടിൽ തന്നെ ക്ഷേത്രങ്ങൾ, പൂജാ കർമ്മങ്ങൾ ചെയ്യുന്ന അത് സംബന്ധമായിട്ടുള്ള ഒരു ഭവനത്തിനകത്താണ് ജനിച്ചു വളരുവാനിടയായി തീർന്നത്. എന്നാൽ എൻ്റെ പിതാവ് ഒരു മണൽ കോൺട്രാക്ടറായിരുന്നു. അത്യാവശ്യമുള്ള സാമ്പത്തിക നന്മകളൊക്കെ ഉള്ള ഒരു കുടുംബമായിരുന്നു എൻ്റെത്. എൻ്റെ അപ്പൻ്റെ കാലം മുതൽ സാമ്പത്തികം ഉണ്ടായിരുന്നൊരു കുടുംബമാണ്. എന്നാൽ എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിൽ ചില തകർച്ചകൾ ഒന്നൊന്നായി കടന്നു വന്നു. ജീവിതത്തിൽ പരാജയങ്ങൾ വന്ന മുഖാന്തരം ഈ പരാജയങ്ങൾ മാറുവാൻ വേണ്ടി പല പൂജകളും കർമ്മങ്ങളൊക്കെ ചെയ്തു. എന്നിട്ടൊന്നും ഇത് പ്രശ്നത്തിനൊരു പരിഹാരം വരാത്തത് കൊണ്ട് കേരളത്തിനകത്തും പുറത്തുമൊക്കെ അറിയാവുന്ന പലയിടങ്ങളിൽ കടന്നുപോയി ചെറിയ മന്ത്രവാദികൾ മുതൽ അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരുടെ അടുത്തൊക്കെ പോയി മന്ത്രവാദങ്ങളും പൂജകളും കർമ്മങ്ങളൊക്കെ ചെയ്ത് ഏത് വിഷയത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണോ പോയിട്ട് വരുന്നത് അതിനേക്കാൾ 100 മടങ്ങ് പ്രശ്നം ജീവിതത്തിൽ അനുഭവിപ്പാനിടയായി തോന്നും. അപ്പോൾ അന്നത്തെ ചിന്ത, ഇവിടെ പോയാലാണ് സമാധാനം, എങ്ങനെ ഒരു സമാധാനം ലഭിക്കും, ഇത് ദൈവത്തിൻ്റെ അടുത്ത് പോയാലൊരു സമാധാനം ലഭിക്കുമെന്നുള്ള ചിന്തയോടെ മുന്നോട്ട് കടന്നു പോകുന്ന സമയത്ത് എൻ്റെ പിതാവ് എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു ഷാപ്പിൽ നിന്ന് പിതാവിൻ്റെ സമാധാനത്തിന് വേണ്ടി ചെറിയൊരു മദ്യപാനം ആരംഭിച്ചു. ആ മദ്യപാനം ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവിനെ ഒരു പൂർണ്ണ മദ്യപനയാക്കി മാറ്റി. ജീവിതത്തിനകത്ത് യാതൊരു സ്വസ്ഥതയുമില്ല. മദ്യപിച്ചുകൊണ്ട് വീട്ടിൽ വന്നാൽ എൻ്റെ മാതാവിനെ തല്ലുക, ഞങ്ങളെ പഠിക്കാൻ അനുവദിക്കാതിരിക്കുക, അങ്ങനെ നിരവധി പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ജീവിതത്തിനകത്ത് യാതൊരു സമാധാനവും സ്വസ്ഥയില്ല. വീട്ടിനകത്ത് ആഹാരം പോലും ഇല്ലാത്ത അനുഭവത്തിലേക്ക് ഞങ്ങൾ കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിനകത്ത് യാതൊരു സമാധാനമില്ല, പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാകത്തില്ല. സ്കൂളിൽ അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ സ്കൂളിനകത്ത് ഇരിക്കാൻ പോലും തോന്നാത്ത അനുഭവത്തിലേക്ക്, ഇന്ന് വൈകിട്ട് എന്തായിരിക്കും പ്രശ്നം, വീട്ടിൽ അടി നടക്കുമോ, എന്താണ് പ്രശ്നങ്ങളൊന്നും അറിയാൻ കഴിയാതെ വളരെ നിരാശപ്പെട്ട് സ്കൂളിലെ ക്ലാസ് മുറിയിലിരുന്ന് വളരെയധികം വിഷമിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ വീട്ടിനകത്ത് ആഹാരമില്ല. ഞങ്ങളിങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഫസ്റ്റ് പീരീഡ് കഴിയുമ്പോൾ തന്നെ സാറ് ഇറങ്ങുന്ന സമയത്ത് കൂടെ ഇറങ്ങും. ചിറയൻകീഴ് ശാർക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് കല്യാണ മണ്ഡപങ്ങളുണ്ട്. ആ കല്യാണ മണ്ഡപങ്ങളിൽ പോയി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കാര്യം വീട്ടിൽ രാത്രി വന്നാലോ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, ആ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. ഈ സമയത്ത് 10ാം ക്ലാസ് എഴുതി തോറ്റിട്ട് വീട്ടിലെ സമാധാനമില്ലായ്മ നിമിത്തം നാട് വിട്ട് പോകണമെന്നുള്ള ഒരു ചിന്ത. അങ്ങനെ നാട് വിട്ട് ബോംബെയിലേക്ക് നാട് വിട്ടു പോയി. 1 വർഷം കൊണ്ട് കേരളം മുഴുവനും കറങ്ങി, ഇന്ത്യ മുഴുവനും കറങ്ങി. എവിടെയെല്ലാം പോകാൻ പറ്റുമോ ആ അന്നത്തെ ഒരനുഭവം വെച്ച് പലയിടത്തൊക്കെ യാത്രകൾ ചെയ്തു, പല ജോലികളിൽ പോയി ഏർപ്പെട്ടു. അവിടെയെല്ലാം പരാജയപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വരുന്നപ്പോൾ അറിയുന്ന സംഭവം എന്ന് പറയുന്നത്, എൻ്റെ അപ്പനിപ്പോൾ ഷാപ്പിൽ ബാറിലൊന്നും പോകാതെ വീട്ടിൽ തന്നെ വാറ്റ് തുടങ്ങുവാനായി തീർന്നു. അങ്ങനെ വീട്ടിൽ വാറ്റ് തുടങ്ങി, വീട്ടിൽ തന്നെ വാറ്റും കുടിയും. ഇത് എന്താണ്, ഈ ചാരായം എന്താണെന്നൊക്കെ അറിയുവാൻ വേണ്ടിയുള്ള ആകാംക്ഷയോടുകൂടി ഞാനും അതിൽ നിന്നൊരല്പം കുടിക്കാൻ തുടങ്ങി. അങ്ങനെ കുടിച്ച് ഏകദേശം ഇതുപോലെ 1 വർഷമൊക്കെ ആയ സമയത്ത് മദ്യം ഇല്ലാതെ, മദ്യം ലഭിക്കാൻ മദ്യം കിട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അനുഭവം ജീവിതത്തിൽ വന്നു. മദ്യം മേടിച്ച് കുടിക്കുവാൻ വേണ്ടി വിവിധ ജോലികൾ, ചെറിയ ജോലികൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചെറിയ മോഷണങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ചെറിയ മോഷണം കൊണ്ടൊന്നും ചാരം കുടിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, വലിയ പദ്ധതികൾ പ്ലാനിട്ടിട്ട്
1996, 95 കാലഘട്ടങ്ങളിലൊക്കെ ഈ കോരാണി സ്വലം CRP ക്യാമ്പ് ഈ പ്രദേശത്തൊക്കെ രാത്രിയിൽ സ്വലല്ലേ പത്രത്തിലൊക്കെ വന്ന വാർത്തയാണ്. രാത്രിയൊക്കെ പെൺവേഷം കെട്ടി നിന്നിട്ട് പിടിച്ചു പറിക്കുന്ന സ്വല ഈ സ്വലല്ലേ പെൺവേഷം കെട്ടി ഹൈവേലിറങ്ങി നിൽക്കുക, വരുന്ന വണ്ടികൾ കൈ കാണിച്ചിട്ട് കൈ കാണിക്കുമ്പോൾ അവർ വണ്ടി നിർത്തുന്ന സമയത്ത് അവരെ അടിച്ചും അവരുടെ മേലിൽ കത്തിയും വാളൊക്കെ വെച്ച് അവരിന്ന് പൈസ പിടിച്ച് പറിക്കുക. അങ്ങനെയുള്ള നിരവധി ക്രിമിനൽ സ്വഭാവത്തോടെ ക്രിമിനൽ കേസുകൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പിടിച്ചു പറിച്ചുകൊണ്ടേയിരിക്കുവാനായിട്ട് തോന്നും. അങ്ങനെ ഒരു ദിവസം ഒരു കാറിന്ന് പിടിച്ചു പറിച്ച ശേഷം ആ കാറുകാർ അവിടെ മംഗലാപുരം പോലീസ് സ്റ്റേഷനകത്ത് കേസ് കൊടുത്ത് അവർ കടന്നുപോയി. അടുത്ത ദിവസം വൈകുന്നേരത്ത് അവിടെ ഞങ്ങൾ പിടിച്ചു പറിക്കൊണ്ട് രാത്രി ചെല്ലുന്ന സമയത്ത് അവിടെ മുഴുവൻ പോലീസുകൾ നിൽക്കുന്നു. അങ്ങനെ പിടിച്ചു പറിക്കാൻ കഴിയാതെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വന്നു. അന്ന് മടങ്ങി വന്ന് വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് രാവിലെ വെളുപ്പിന് ഒരു 5 മണിയായപ്പോഴത്തേക്കാണ് ആര് വന്ന് വീട്ടിലെ വാതിൽ തട്ടുന്ന സൗണ്ട് കേട്ട് വാല് വന്ന് നോക്കിയപ്പോൾ പോലീസുകാരനാണ്. പോലീസുകാരൻ ആലുലിയ എന്നെ പിടിച്ചു. അവർ ഒരുപാട് പോലീസുകാരുണ്ടായിരുന്നു. അവരെല്ലാം അവിടെ പിടിച്ച് ജീപ്പിനകത്തിട്ട് മംഗലാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. നടയടി ഉണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് നടയടി അനുഭവിക്കാനിടയെ തീർന്നു. രാവിലെ ഒരു 5-5:30 മണിയായപ്പോഴത്തേക്ക് മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. രാവിലെ 8 മണി വരെ എൻ്റെ ശരീരത്തിന് അവർ ചെയ്യുവാനായിട്ട് ഒന്നുമില്ലാത്ത രീതിയിൽ അടിക്കുകയും ഇടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്തിട്ട് അവസാനം കയ്യും കാലോടെ തൂക്കിയെടുത്ത് ചുമരിലടിച്ച് അവിടെ വീണ് കിടന്ന് കരഞ്ഞു. രാവിലെ കോടതി കൊണ്ടുപോകുന്ന ആ സമയത്തിന് മുന്നവേ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു മെമ്പർ വന്ന ആ പുള്ളിക്കാരൻ്റെ ജാമ്യത്തിൽ എന്നെ ഇറക്കുവാനായിട്ട് തീർന്നു. അവിടെ നിന്ന് വന്നു വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നു. അടുത്ത ദിവസം പിന്നെയും പിടിച്ചു പറിച്ചു. അങ്ങനെ നിരന്തരമായി ഇങ്ങനെ പിന്നെ പിടിച്ചു പറിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി എഴുന്നേറ്റ് പിടിച്ചു പറിക്കാനായിട്ട് പോകുന്ന സമയത്ത് എഴുന്നേൽക്കാൻ കഴിയാതെ ഹല്ലേലൂയ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് മുഴുവൻ വേദനയാണ്. അങ്ങനെ വേദന അനുഭവപ്പെട്ടു. രാവിലെ ഞാൻ അവിടെ നിന്ന് ഒരു ചിറയൻകീഴ് ഒരു ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടുത്തെ ഡോക്ടറുമായിട്ട് സംസാരിച്ചു. ഡോക്ടറിനെ പരിശോധിച്ചിട്ട് പറഞ്ഞ് ഇത് എല്ലാ ഭാഗങ്ങളിലും ഇടി കൊണ്ടിരിക്കുകയാണ്, നല്ലൊരു വൈദ്യനെ കൊണ്ട് തടവി കഴിഞ്ഞാൽ ഇത് അസുഖം മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് തടവാൻ പോകാനുണ്ടോ വൈദ്യന്മാരോ അങ്ങനെ ഒരു സംവിധാനങ്ങളും എനിക്കറിയത്തില്ല. എന്നെ കൊണ്ടുപോയിട്ടും ആരുമില്ല. ആ ഒരവസ്ഥയിലിരിക്കുമ്പോൾ ഞാൻ വരുന്ന വഴിക്ക് തന്നെ ഒരു കടയിൽ കയറി ഒരു വെള്ള പേപ്പർ മേടിച്ചൊരു ഞാൻ ലെറ്റർ എഴുതി. ഞാൻ ഇന്ന് രാത്രി ആത്മഹത്യ ചെയ്യും, എൻ്റെ മരണത്തിൽ മറ്റാരും ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് ലെറ്റർ എഴുതി ഞാൻ പോക്കറ്റിലിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കയറെടുത്ത് എൻ്റെ വീടിൻ്റെ പുറകിലുള്ള ഒരു പറങ്കിമാവിൻ്റെ മൂട്ടിൽ കൊണ്ടുവച്ചിട്ട് രാത്രി ഞാൻ എൻ്റെ കടയിൽ പോയി ഒരു റിങ് ബീഡി മേടിച്ച് അതിൽ 6 ബീഡി വലിച്ച് 7ാമത്തത് കത്തിച്ചുകൊണ്ട് ഞാൻ ഈ പറങ്കിമാവിൻ്റെ മൂട്ടിലേക്ക് വരുമ്പോൾ ഈ പറങ്കിമാവിൻ്റെ മൂട്ടിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു. ആ മനുഷ്യൻ എനിക്കറിയാവുന്ന ഒരാളാണ്. അവിടെ നിന്ന് മാറുന്നില്ല. അങ്ങനെ അന്ന് ആത്മഹത്യ ചെയ്യാൻ കഴിയാതെ ഞാൻ മണിക്കൂറുകളോടെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് കഴിയാതെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. 2ാമത്തെ ദിവസം ഞാൻ പിന്നെയും പോയി. 2ാമത്തെ ദിവസം അതേ സമയത്ത് ആ മനുഷ്യൻ നിൽക്കുന്നു. 3ാമത്തെ ദിവസം ഞാൻ പോയി. 3ാമത്തെ ദിവസവും അതേ സ്ഥലത്ത് അതേ മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്തിനാണ് അവിടെ വരുന്നതെന്നോ ഒന്നും എനിക്കറിയത്തില്ല. തൊട്ടടുത്താണ് പുള്ളിയുടെ വീട്. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരമാണ്. പക്ഷേ ഈ പറങ്കിമാവിൻ്റെ വീട്ടിൽ പുള്ളി ഉണ്ട്. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കഴിയാതെ ഞാൻ വന്ന് കിടന്നു. 4ാമത്തെ ദിവസം ഞാൻ പോകാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് എൻ്റെ കഴുത്തിൻ്റെ താഴോട്ടുള്ള സകല കൈ കാലുകൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും സ്തംഭിച്ചു പോകാൻ എത്തുന്നു. അനങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥ. എനിക്ക് മുകളിലോട്ട് എനിക്ക് കാണാം, സംസാരിക്കെല്ലാം ചെയ്യാം. പക്ഷേ കഴുത്തിൻ്റെ താഴോട്ട് അനക്കമില്ല, എഴുന്നേൽക്കാൻ കഴിയത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ പല ദിവസങ്ങൾ കടന്നുപോയി. എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. കിടക്കുന്നിടത്ത് തന്നെ യൂറിൻ പോകുന്നത് ബ്ലഡാണ് പോകുന്നത്. ബാക്കിയെല്ലാം കിടക്കുന്നിടത്ത് തന്നെ ആ ഒരു കൊച്ചു റൂമിനകത്ത് അങ്ങനെ കിടക്കുവാനിടയിൽ തീർന്നു. എൻ്റെ വേണ്ടപ്പെട്ട ചിലരൊക്കെ വന്ന് എന്നെ കഴിവുന്നു, വൃത്തിയാക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനൊന്നും ആർക്കും ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥയിൽ ഞാൻ മരണത്തോട് മല്ലടിച്ചൂടെ കിടക്കുവാനിടയിൽ തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ദേശത്ത് പെന്തക്കോസ്തർ CSIക്കാരും അങ്ങനെ ആരും നമുക്ക് പരിചയമില്ല, ആരുമില്ല. പ്രാർത്ഥനയ്ക്ക് പോകുന്ന പോലും ആരുമില്ല. ഞങ്ങളുടെ ദേശത്ത് അങ്ങനെ കുറച്ച് ദൂരെ നിന്ന് ഒരു ഇന്ദിര എന്ന് പറയുന്നൊരു മാതാവ് രഹസ്യമായിട്ടൊരു പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. ഞാൻ ഈ രോഗാവസ്ഥകളൊക്കെ അറിഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, യേശുവിൽ വിശ്വസിച്ചാൽ നീ ഇവിടെ നിന്ന് എഴുന്നേൽക്കുമെന്ന് അവരെൻ്റെ റൂമിൽ വന്ന് പറയേണ്ടിയിരുന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഹിന്ദുക്കളാണ്, ജനിച്ചത് ഹിന്ദുവായിട്ട്, മരിക്കുന്നെങ്കിൽ അങ്ങനെ മരിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. അടുത്ത ദിവസം അവർ പിന്നെയും വന്നിട്ട് പറഞ്ഞ് യേശുവിൽ വിശ്വസിച്ചാൽ ഇവിടെ നിന്ന് എഴുന്നേൽക്കും. സ്തോത്രം. അങ്ങനെ ആ ദിവസവും ഞാൻ അവരെ നിരാശപ്പെടുത്തിയിട്ട് 3ാമത്തെ ദിവസം അവർ പിന്നെയും വന്നിട്ട് പറഞ്ഞു യേശുവിൽ വിശ്വസിച്ചാൽ ഇവിടെ നിന്ന് എഴുന്നേൽക്കും. മറ്റ് സുവിശേഷങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല, ഇതാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എൻ്റെ രോഗം മാറുമോ എന്ന് ചോദിച്ചു.
അവരൊന്ന് രോഗം മാറുമെന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇവിടെ പ്രാർത്ഥിക്കണ്ട, ആ പ്രാർത്ഥനാ സ്ഥലത്ത് എന്നെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. ഇങ്ങനെ അവർ പിറ്റേ ദിവസം ഒരു ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് എന്നെ ഓട്ടോയ്ക്കകത്ത് താങ്ങിയെടുത്ത് എന്നെ ഓട്ടോയ്ക്കകത്ത് വെച്ച് ആ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എൻ്റെ ചിന്ത അവിടെ യേശുവിൻ്റെ പ്രതിമ മെഴുകുതിരി കത്തിക്കുന്ന അങ്ങനെ ഒരുപാട് ചിന്തകളുമായിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരു കൊച്ചു റൂമിനകത്ത് കുറേ ആൾക്കാർ ഞെരുങ്ങിയിരുന്ന കൈയടിക്കുന്നു, പാട്ട് പാടുന്നു, എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ഭാഷ പറയുന്നു. ഒരു ഉണക്ക അമ്മച്ചി എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. അവർ എന്തൊക്കെയോ ഭാഷകൾ പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്നു. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ പാസ്റ്റർ എന്ന് എനിക്കറിയത്തില്ല, പുള്ളി ഒരു പാട്ട് പാടി, സ്വർഗം നാട്ടിലൻ പ്രിയൻ തീർത്തുന്ന പാട്ട്. എനിക്കിന്നും നല്ല ഓർമ്മയുണ്ട് ആ പാട്ട്. ഈ പാട്ട് ഞാൻ ഇവിടെ കേട്ടിട്ടുമുണ്ട്. അങ്ങനെ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകമാകുന്ന ശക്തി വന്നെൻ്റെ മേലെ ഇറങ്ങുവാൻ തുടങ്ങി. ആ ശക്തി ഇറങ്ങി ഞാൻ കരയുവാൻ തുടങ്ങി. എനിക്കറിയാം അന്ന് ഇത് പരിശുദ്ധാത്മാവാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് അറിയാവുന്ന 2-3 പേർ കൂടി ഇവിടെ മധ്യത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കുവാനിടയിൽ തോന്നും. അങ്ങനെ ഞാൻ ദൈവസനം ഓടി വന്ന് എൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. എണ്ണ വരാൻ സമയത്ത് കുറച്ച് വെള്ളമൊക്കെ പ്രാർത്ഥിച്ചു. ചിറയൻകീഴ് ഷാരോൺ ഫിലോഷ് ചർച്ചാണ്, ആ ചർച്ചിലാണ് പോകാണ്ട് എത്തുന്നത്. അവിടുത്തെ അന്നത്തെ പാസ്റ്റർ വിൽസൺ സി ജോസഫ് എന്നാണ്. ആ പാസ്റ്റർ എനിക്ക് വെള്ളവും എണ്ണയൊക്കെ പ്രാർത്ഥിച്ചു തന്നു. വേദനയുള്ള ഭാഗത്ത് എണ്ണ ഇടുക, വെള്ളം കുടിച്ചുകൊള്ളാനൊക്കെ പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവർ പിന്നെയും താങ്ങിയെടുത്ത് ഓട്ടയ്ക്കകത്ത് വെച്ച് വീട്ടിൽ കൊണ്ടുവന്നു. 2ാമത്തെ ആഴ്ച പിന്നെയും കൊണ്ടുപോയി, 3ാമത്തെ ആഴ്ച കൊണ്ടുപോയി, 4ാമത്തെ ആഴ്ച കൊണ്ടുപോയി. എനിക്ക് ഒരു രോഗവും മാറിയില്ല, ഈ സാന്നിധ്യമില്ല, ഈ ശക്തിയൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. അടുത്ത ആഴ്ച വരെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതിനോട് വലിയ വിശ്വാസമൊന്നുമില്ല, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഞായറാഴ്ച പള്ളിയിൽ പോകാതെ പ്രാർത്ഥനയ്ക്ക് പോകാതെ വീട്ടിൽ കിടന്നു. ആ ഞായറാഴ്ച കഴിഞ്ഞു. വ്യാഴാഴ്ച ആയപ്പോൾ ഞാൻ എൻ്റെ ശരീരത്ത് എത്ര വേദനയാണോ നേരത്തെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ ഒരു 100 മടങ്ങ് വേദന, ഒരു മനുഷ്യന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വേദന എൻ്റെ ശരീരത്ത് വന്നു. അന്ന് രാത്രി ഒരു കറുത്ത മനുഷ്യൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ റൂമിനകത്ത് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രി നീ മരിക്കും, നിനക്ക് ഇന്ന രോഗങ്ങളുണ്ടെന്ന് എണ്ണി ആ മനുഷ്യൻ പറയുവാൻ തുടങ്ങി. പാസ്റ്റർ പ്രാർത്ഥിച്ചെന്ന വെള്ളവും എണ്ണയൊക്കെ തീർന്നു, മരുന്നും കുളിയെല്ലാം കഴിഞ്ഞു. എനിക്കും മനസ്സിലായി ഇന്ന് രാത്രി ഞാൻ മരിക്കുമെന്ന്. ഞാൻ മാസങ്ങളായി ഞാൻ ഉറങ്ങിയിട്ട് അന്ന് രാത്രിയിൽ ഞാൻ കിടക്കുന്ന കൈകാലുകൾ അനക്കാൻ കഴിയില്ല. ഞാൻ കിടക്കുന്ന രീതിയിൽ അവിടെ നിന്ന് നീന്തി നിരങ്ങി എങ്ങനെയെന്ന് അറിയത്തില്ല, ഞാൻ ചുമരോട് ചാരിയിരുന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ പാസ്റ്റർമാർ പറഞ്ഞു നീ ജീവിക്കുന്ന ദൈവമെന്ന്, അങ്ങനെ ഒരു ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി നീ എൻ്റെ അടുത്ത് ഇറങ്ങി വരണം, നീ എന്നെ സുഖപ്പെടുത്തണം, എൻ്റെ രോഗം മാറ്റിത്തരണം, എങ്കിൽ ഞാൻ നിൻ്റെ മകനായി ജീവിച്ചു കൊള്ളാം എന്ന് ഞാൻ അന്ന് രാത്രി ഒരു 11:30-12 മണിയാകുന്ന സമയത്തായിരിക്കണം ഞാൻ തീരുമാനമെടുത്ത് യൂസിൽ പ്രാർത്ഥിച്ചു. ഇത് പ്രാർത്ഥനയാണോ കരച്ചിലാണോ എനിക്കറിയത്തില്ല. അവിടെ ഈ പാസ്റ്റർമാർ പറഞ്ഞുള്ള ഒരു അറിവ് വെച്ച് ഞാനിതെല്ലാം പറഞ്ഞു. പക്ഷെ അന്ന് രാത്രി ഞാൻ സുഖമായിട്ട് ഉറങ്ങി. ഉറങ്ങുന്ന സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച, ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് കിടക്കുന്നു. ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്താണ് ഞാൻ ആയിരിക്കുന്നത്. ഒരു ഡോക്ടർ വരുന്നു, എൻ്റെ പഴുപ്പും വേറുള്ള ഭാഗങ്ങളെല്ലാം വെട്ടി വൃത്തിയാക്കുന്നു. ഇതെല്ലാം ഞാൻ സ്ക്രീനിൽ കാണുകയാണ്. എന്നിട്ട് പുതിയ പഞ്ഞി വെച്ച് തുടച്ചു, പുതിയ തുണി വെച്ച് ചുറ്റിക്കെട്ടുന്നു. 2 കൈ കൊണ്ട് താങ്ങിയെടുത്ത് മറ്റൊരു കട്ടിലേക്ക് കിടത്തുന്ന രംഗം കാണുവാൻ തോന്നു. ഇത് സ്വപ്നമാണോ ഇത് ദർശനമാണെന്ന് എനിക്കതിൽ. പക്ഷേ അന്ന് രാത്രി ഞാൻ ചാടി എഴുന്നേറ്റ് നിന്നു. ഞാൻ ബാത്റൂമിലേക്ക് ഓടി. യൂറിൻ പാസ്, ബ്ലഡ് വരുന്നില്ല. തിരിച്ച് ഞാൻ വന്ന് എൻ്റെ ആ റൂമിനകത്ത് ആ പരമ്പിൽ ഞാൻ മുട്ടുമടക്കി 2 കൈ ഉയർത്തി പിടിക്കുന്ന സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് കൈ ഉയർത്തി പിടിക്കുമ്പോൾ ഉയരുന്നൊരു ശബ്ദം കേട്ടു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ജീവിതമേ, ആത്മാവിൽ ഞാൻ പറയാം, ഹല്ലേലൂയ, പള്ളിയിൽ മാത്രമല്ല നമ്മുടെ കൊച്ചു വീട്ടിനകത്തും കൊച്ചു റൂമിനകത്ത് ഇറങ്ങി വന്ന് സൗഖ്യമാക്കുവാൻ കഴിയുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അങ്ങനെ അടുത്ത ഞായറാഴ്ച ഞാൻ നടന്ന് പള്ളിയിൽ പോയി. ഞാൻ കോരാണിയിൽ നിന്ന് നടന്ന് ഞാൻ പള്ളിയിൽ പോകാണ്ട് എത്തുന്നു. അവിടെ ചെന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സമയം തോന്നുന്നു. സാക്ഷ്യം പറയാനത്തില്ല. അന്ന് നിന്ന് കരഞ്ഞ് ആരാധിപ്പാൻ പോലും അനുവദിക്കാതെ വളരെ വിഷമത്തോടെ കരഞ്ഞ് ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. അന്നവിടുത്തെ പാസ്റ്റർ മകൻ ഒരു 65 രൂപയ്ക്ക് ബൈബിൾ വിൽക്കുകയായിരുന്നു. പുള്ളി ബൈബിളായി വന്നപ്പോൾ കുറേ ബൈബിൾ കൊണ്ടുവന്നു, വിറ്റു. അതിൽ നിന്ന് ഒരു ബൈബിൾ ഞാനും മേടിച്ചു. ഞാൻ ബൈബിൾ മേടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാം വഴിയിൽ നിൽക്കുകയാണ്. അവരെന്നോട് ഹല്ലേലൂയ ആ വീട്ടിനകത്ത് കയറാൻ അനുവദിക്കാതെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളം എന്നെ വീട്ടിനകത്ത് പിന്നെ അവർ കയറ്റിയിട്ടില്ല. അങ്ങനെ 10 വർഷത്തോളം ഞാൻ വീട്ടിൻ്റെ പുറത്ത്, ഹല്ലേലൂയ, എൻ്റെ അപ്പനും അമ്മയെ കാണാൻ കഴിയാതെ ഞാൻ പല പല വീടുകൾ മാറി താമസിച്ചു. ഹിന്ദു കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി വന്ന
ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പാൻ ദൈവം ഈ ഭാഗ്യം ചെയ്തു. സ്തോത്രം. അതിനുശേഷം ആ ദേശത്ത് അനേകരെ കർത്താവിലേക്ക് നേടുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ ഭാഗ്യം ചെയ്തു. അങ്ങനെ മുന്നോട്ട് കടന്നുപോയി ദൈവനെ സൗഖ്യമാക്കി. ആ രോഗത്തിന് വേണ്ടി ഇന്ന് വരെ 97 മുതൽ ഇന്ന് വരെ ഒരു മരുന്ന് പോലും കഴിക്കാൻ ഹല്ലേലൂയ ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവം എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കുവാനായി തീർന്നു. ഇത് ഞാൻ രക്ഷിക്കപ്പെട്ട സാക്ഷ്യം. ഇതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് 3 മക്കളായിരുന്നു. അതിൽ മൂത്ത മകൾ പ്രിൻസി എന്നാണ് പേര്. ആ മകൾക്ക് 5 ദിവസവും 5 വയസ്സും 5 ദിവസവും പ്രായമുള്ളപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു അഗ്നി പരിശോധന കടന്നു. ഇനി പ്രാർത്ഥിക്കാൻ പോകാൻ കഴിയാതെ ഈ വിശ്വാസം പോലും തള്ളിപ്പറയത്തക്ക നിലവാരത്തിലുള്ള പ്രതികൂലം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. പ്രതികൂലമെന്ന് പറയുന്നത് എൻ്റെ മോക്ക് ഹല്ലേലൂയ ഒരു ദിവസം ഉച്ച മുതൽ പനി തുടങ്ങി. പനി വളരെ പ്രയാസത്തിലേക്ക് വന്നു. വൈകുന്നേരമായപ്പോഴത്തേക്ക് ഞാനും എൻ്റെ ഭാര്യയും ഈ കുഞ്ഞുമായിട്ട് ഞങ്ങളുടെ മാതൃചർച്ചിൽ കടന്നുപോയി. അവിടെ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം മെഡിസിനൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കുഞ്ഞിൻ്റെ മടിയിൽ കിടന്ന് മരിച്ചു പോകുവാനിടയായി തീർന്നു. ഇത് മരിച്ചാണെന്നറിയത്തില്ല. ഞങ്ങൾ അടുത്ത ചെറിയങ്ങാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ട് കയറി. അവിടെ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു കുഞ്ഞ് മരിച്ചിട്ട് മണിക്കൂറുകളായി. അങ്ങനെ പിന്നെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് വിടത്തുള്ളെന്ന് പറഞ്ഞു. പറയട്ടെ, അന്ന് രാത്രി ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് വിടത്തുള്ളെന്ന് പറഞ്ഞത് കേട്ടത് എൻ്റെ മരിച്ചു എന്ന് അറിഞ്ഞിട്ട് ഭാര്യ നിലവിളിക്കുവാനും കരയുവാനും തുടങ്ങി. അങ്ങനെ നിലവിളി കേട്ടുകൊണ്ട് ആശുപത്രിയിൽ നഴ്സറിങ് വന്ന് ഞങ്ങളുടെ മാതൃ ചർച്ചിലെ വിശ്വാസിയാണ്. അവർ വന്ന് കുഞ്ഞിനെ പരിശോധിച്ചു. അവർ കരഞ്ഞുകൊണ്ട് ചോദിച്ചു എന്ത് ഇത്രയും സമയം. അങ്ങനെ കുഞ്ഞ് മരിച്ചു. അങ്ങനെ ഡോക്ടറോടൊക്കെ സംസാരിച്ചിട്ട് ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ അന്ന് രാത്രി ഞങ്ങൾക്ക് വിട്ടു വന്നു. ആ സമയത്ത് ഏകദേശം രാത്രി 1 മണിയോടടുക്കുന്ന സമയമാണ്. ഈ ബോഡി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഞങ്ങളെ വണ്ടിയില്ല, ഞങ്ങളൊരു ഓട്ടോറിക്ഷയിലാണ് അങ്ങോട്ട് പോയതെന്നാൽ അവിടെ നിന്ന് ആംബുലൻസ് വിടാൻ പറഞ്ഞിട്ട് വിട്ടു തരണം, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കളഞ്ഞിട്ട് അവർ വിടാൻ സമ്മതിച്ചില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി രാത്രി കോട്ടമ്പം കിടക്കുന്ന ഒരു കാറിൽ ഞങ്ങൾ കയറി. ഈ കാറിനകത്ത് കൊണ്ട് എൻ്റെ ഭാര്യ കരയാൻ തുടങ്ങി. കരഞ്ഞ സമയത്ത് ആ കാറ് ഡ്രൈവർ പറഞ്ഞത് ജഡം കൊണ്ടുപോകുന്ന കാറിൽ ഇറങ്ങാൻ പറഞ്ഞു. ആ കാറിൽ നിന്ന് ഞങ്ങൾ ഇറക്കി. അങ്ങനെ അന്ന് രാത്രി ഞാൻ 3 കാറിൽ മാറി കയറിയിട്ട് 3 കാറിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിട്ടു. രാത്രി 2-2:30 മണി സമയമായപ്പോൾ ഈ ബോഡിയും തോളത്തിട്ടുകൊണ്ട് മോളുടെ ബോഡിയും തോളത്തിട്ടുകൊണ്ട് നടുറോട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും പാസ്റ്റർ മകനും കൂടെ കരയുവാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ആ സമയത്തൊരു കാർ വന്നു. കാറിൽ എൻ്റെ മോളുടെ ബോഡി കയറ്റി ഞങ്ങൾ എൻ്റെ ഭാര്യയുടെ വീട്ടിലെ സിറ്റൗട്ടിൽ കൊണ്ടുവന്ന് കിടത്തി. കൂട്ടം നിലവിളിയായി. ബന്ധുക്കളും ശരസക്കാരെല്ലാം ഓടി വന്ന് എൻ്റെ ഭാര്യയെ തല്ലി, എൻ്റെ പിതാവ് തല്ലി, അടുത്ത വസ്തുവിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ ഈ ബോഡി അടക്കുന്നത് വരെ എൻ്റെ പിതാവിനെ കാണിച്ചില്ല. അടക്കമെല്ലാം കഴിഞ്ഞു. ഹല്ലേലൂയ. എല്ലാവരും കടന്നുപോയി. ഒരു പെന്തക്കോസ്ത് പാസ്റ്റർമാരെയോ വിശ്വാസികളൊന്നും ആ ഭവനത്തിൽ അവർ കയറ്റിയില്ല. കയറ്റാതെ അവർ ഒരു കാര്യവും ചെയ്യാതെ പ്രാർത്ഥിക്കാൻ പോലും അനുവദിക്കാതെ ബോഡി അടക്കിയിട്ട് എല്ലാവരും കടന്നുപോയി. രാത്രിയാകുമ്പോൾ എൻ്റെ ഭാര്യ അലറി വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കും. അങ്ങനെ നിരന്തരമായി അവളുടെ സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ വളരെ മോശമായി. അഗ്നി പരിശോധന കൂടി കടന്നുപോയി. ഇനി പാസ്റ്റർമാരും വിശ്വാസികളൊക്കെ ചോദിച്ചു ഇനി പള്ളിയിൽ പോകുമോ, ഇനി പ്രാർത്ഥിക്കുമോ, ഇനി വിശ്വാസം മുറുകെ പിടിക്കുമോ എന്നൊക്കെ ചോദിച്ച നിരവധി ഹല്ലേലൂയ ശോധനാഘട്ടങ്ങളിൽ കടന്നു പോകേണ്ടി വന്നു. എങ്കിലും ഹല്ലേലൂയ അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്നു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് എൻ്റെ മകൾ മരിച്ച സമയത്ത് എന്നെ എടുത്തെറിഞ്ഞ ആ സ്ഥലം കർത്താവിൻ്റെ വേലയ്ക്ക് മേടിക്കുവാൻ ദൈവം ഭാഗ്യം ചെയ്തു. അവിടെ ഇന്ന് ഏകദേശം 250-300 ഇന്ന് ആരാധിക്കുന്ന ഒരു ദൈവസഭയായി മാറുവാനിടയായി തീർന്നു. ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ എവിടെ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടോ, എവിടെ വേദനിച്ചിട്ടുണ്ടോ അവിടെ നമ്മളെ മാനിപ്പാൻ ശക്തനായ ദൈവമാണ്. ഈ പരിശോധനകളിൽ കൂടി കഷ്ടതകളിൽ കൂടി കടന്നുപോയപ്പോഴെല്ലാം ദൈവത്തിൻ്റെ കരം നമ്മോടുകൂടെ ഇരുന്നു. ഇന്ന് ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പറയാം, എത്ര നിരാശപ്പെടുത്തുന്ന എത്ര വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിൽ കൂടി കടന്നുപോയാലും കർത്താവ് അതിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാനും നമ്മളെ സഹായിപ്പാനും നമ്മളെ മാനിപ്പാനും ശക്തനായ ദൈവമാണ്. സ്വന്തം ദേശത്ത് ഏകദേശം 22 വർഷമായി സഭാ ഹോൾ പണിത് അവിടെ ഒരു കൂട്ടം ജനരക്ഷിക്കപ്പെട്ടു. അവിടെ കർത്താവിൻ്റെ വേലിലായിരിക്കാൻ ദൈവം ഭാഗ്യം ചെയ്തു. വിവിധ രാജ്യങ്ങളിൽ കടന്നുപോയി സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട 2 മക്കളെ ദൈവം തന്നു. മോള് വിവാഹം കഴിഞ്ഞു IPCയുടെ ശുശ്രൂഷകരായിട്ട് അവർ മലപ്പുറത്തായിരിക്കുന്നു. ഒരു മകനുണ്ട് ഞങ്ങളോടൊപ്പം കർത്താവിൻ്റെ വേലയിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ, ആശ്വാസമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
കർത്താവ് എല്ലാവരെയും ധാരാളമായി ഈ സാക്ഷ്യത്താൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.